നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ തുറന്നാൽ, ചാനലുകൾ വീക്ഷിച്ചാൽ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? അതിനിഷ്ഠൂരമായ കൊലപാതകങ്ങളും കത്തിക്കുത്തും വഞ്ചനയും ചതിയും അതിലേറെ മാനുഷിക മൂല്യങ്ങൾ തകിടം മറിക്കുന്ന കഥകൾ മാത്രമാണ് കേൾക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിദേശത്താണെങ്കിലും, പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ ശ്രവിച്ചത്, അല്ലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, അതിക്രൂരമായ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന്റെ കഥകളുമായിട്ടാണ് ഇന്നത്തെ പുലരി വിടർന്നത്. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇനി എങ്ങോട്ട് പോകാൻ എന്ന ചോദ്യമാണ് ഇവിടെ ഉദിക്കുന്നത്. 1975, 82 കാലഘട്ടത്തിൽ കോളേജിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അന്നത്തെ റാഗിങ് ചെറിയ തോതിൽ അനുഭവപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇപ്പോഴത്തെ റാഗിങ് എന്താണ്? ഒരുപക്ഷെ കേരളത്തിൽ റാഗിങ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഒരു കാലം കൂടിയാണ്. അതിനിടയിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ മാനവ കുലത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന കഥകളുമായിട്ട് ഭൂമിയിലെ മാലാഖമാരായി പഠിച്ചിറങ്ങി ആതുര സേവന ശുശ്രൂഷയിൽ മനസ്സും ശരീരവും കൊടുത്ത് പ്രവർത്തിക്കാൻ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങി പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന മൃഗീയത, ഇതിന് മൃഗീയത എന്ന് തന്നെ പറഞ്ഞാലും ആവില്ല, എങ്കിലും അതിനിഷ്ഠൂരമായ രീതിയിൽ ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഒരു വലിയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. 20-നും 23-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ലോകം എന്താണെന്ന് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഭൂമിയിലെ മാലാഖമാരായി തീരേണ്ടവർ കേരളത്തിലെ ആരാച്ചാരന്മാരായി മാറുകയാണ്. അതിലേറെ ഇവനൊക്കെ ഇറച്ചിവെട്ടിന് പോകുന്നതല്ലേ നല്ലത്? എന്തിന് നഴ്സിംഗ് മേഖല ഇത്രമാത്രം മോശമാക്കാൻ ഇവനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ട അതിക്രൂര പീഡനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. രക്ഷിതാക്കൾ മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്നവർ, കേരളത്തിലുള്ളവർ, കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ലോകമെമ്പാടുമുള്ള പ്രവാസികളൊക്കെ തന്നെയും ഈ കഥകൾ കേട്ട്, ഈ സംഭവം കേട്ട്, ഈ ക്രൂരത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ജർമ്മനിയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് കാര്യങ്ങളെല്ലാം ശരിയായിട്ടും ജർമ്മനിയിൽ പോകാതെ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള മോഹത്താലാണ് കോട്ടയത്ത് ഇതിലെ 2-3 വിദ്യാർത്ഥികൾ എത്തിയെന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇവരൊക്കെ തന്നെ മാസങ്ങളായി കടുത്ത ശാരീരിക പീഡനവും അതോടൊപ്പം മാനസിക വ്യതയും അനുഭവിക്കുന്ന കുട്ടികളാണ്. സീനിയേഴ്സിനെ ഭയന്ന് കുട്ടികളൊന്നും തന്നെ ഈ കഥകളൊന്നും രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുമില്ല. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇതിപ്പോൾ വലിയ ഒരു സംഭവമായി മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. 1-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ നഗ്നരാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ, അതായത് അവരുടെ ലിംഗത്തിൽ ഡംബൽ കെട്ടിത്തൂക്കി അതിക്രൂര റാഗിംഗ് സംഭവത്തിലാണ് CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ, അതായത് KGSNA സംസ്ഥാന സെക്രട്ടറി, മലപ്പുറം വണ്ടൂർ കരുമാപ്പറ്റ KP രാഹുൽ രാജ്, 22 വയസ്സേ ഉള്ളൂ ഈ പരമ ചെറ്റയ്ക്ക്. അസോസിയേഷൻ അംഗങ്ങളായ മൂന്നിലവ് വളകങ്കരയിൽ കീരിപ്ലാക്കൽ സാമുവൽ ജോൺസൺ, അവന്റെ വീട്ടുപേര് തന്നെ കീരിന്ന, അവന് 20 വയസ്സേ ഉള്ളൂ. വയനാട് നടവയലിൽ പുൽപ്പള്ളി ഞാവലത്ത് NS ജീവ, അവന് 19 ആയുള്ളൂ, 20 പോലും ആയിട്ടില്ല. മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടിയിൽ C റിജിൽജിത്ത്, അവന് 20 ഉള്ളൂ. കോരുത്തോട് മടുക്ക നെടുങ്ങാട് NV വിവേക്, അവന് 21 എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 5 പേരെയും സംഘടനാ നേതൃത്വം പുറത്താക്കിയായി ആദ്യം തന്നെ കുറിപ്പിറക്കിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടും കുറിപ്പുണ്ട്. എന്തിനു സസ്പെൻഡ് ചെയ്യുന്നു? ഇവനെയൊക്കെ കോളേജിൽ നിന്ന് വിട്ടാൽ കൂടെ, ഇവനെയൊക്കെ അങ്ങ് TCയും കൊടുത്ത് അങ്ങ് വിട്ടാ പോരെ? എന്തിനു സസ്പെൻഡ് ചെയ്യുന്നു? ഒരാഴ്ച, 2 ആഴ്ച, അല്ലെ 1 മാസം കഴിയുമ്പോൾ ഇവനൊക്കെ വീണ്ടും തിരിച്ചു കയറുകയല്ലേ? ഇവനൊക്കെയാണോ ആതുര സേവനത്തിനായി തൊഴിൽ പഠിച്ച് ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ ജോലിക്കായി വരാനിരിക്കുന്നത്? ഇവനൊക്കെ തന്നെ തീർത്തും ആരാചാരന്മാരെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജനറൽ നഴ്സിംഗ് 3 വർഷ കോഴ്സിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായവരെന്നാണ് പോലീസ് പറയുന്നത്. ബോയ്സ് ഹോസ്റ്റലിലാണ് പീഡനം നടന്നത്. 1-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ലിബിൻ, അജിത്, ദിലീപ്, ആദർശ്, അരുൺ, അമൽ എന്നിവരാണ് റാഗിങ്ങിന് ഇരയായത്. കഴിഞ്ഞ നവംബറിലാണ് റാഗിങ് ആരംഭിച്ചത്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുക. ഇവൻ കെട്ടിത്തൂക്കിയത് പോലെ തന്നെ ഇവന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഇവനെ തുണിയില്ലാതെ നിർത്തി ഇവന്റെ ക്ലാവറിലും കെട്ടിത്തൂക്കുകയാണ് വേണ്ടത്. എന്നാലേ ഇവൻ അതിന്റെ സുഖം അനുഭവിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്ന ഒരു ഭാഗം, അല്ലെ ഞാൻ പറയുന്ന ഭാഷ്യം. ഇത് ചിലപ്പോൾ ചില കടന്ന കൈയായിരിക്കും,
പക്ഷേ ഇതാണ് ചെയ്യേണ്ടത്. ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ഗുണ്ടാ നേതാക്കൾ ചെയ്യുന്നത്. ഇവരാകട്ടെ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കളെ പോലെ പെരുമാറുന്നു എന്നാണ് പറയുന്നത്. റാഗിംഗ് മൂലം സഹികെട്ട ജൂനിയർ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതർക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടുക, ഇനിയും നൽകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക, സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അസഭ്യം പറയുക, കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുക തുടങ്ങിയൊക്കെ പതിവായ കലാപരിപാടികളാണെന്നാണ് ജൂനിയർ വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഇവനൊക്കെ ഒരു സൈക്കോ പാർട്ടികൾ തന്നെയല്ലേ? ഇവരാണോ ഭാവിയിലെ മാലാഖമാർ എന്ന് കേരളം വിധി എഴുതേണ്ടത്? ഇത് പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജർമ്മനിയിലെ ബോണിലെ UN G20 കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഡിപ്ലോമാറ്റായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം അതിൽ പറയുന്നത്, കോട്ടയത്ത് റാഗിംഗ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഈ 5 പേരും. ഇവരുടെ മുഖം ഒന്ന് ഓർത്തു വെച്ചേക്കാം. എപ്പോഴാണ് ഇവരുടെയൊക്കെ മുന്നിൽ സേവിക്കപ്പെടാൻ എത്തിപ്പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് മുറിവിൽ ലോഷൻ പുരട്ടുന്നവർ അന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ വയ്യ. 10 വർഷം മുമ്പ് ഇതേ കോട്ടയത്താണ് ഒരു നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ആ കേസിലെ പ്രതികൾ ഇപ്പോൾ എവിടെയാണെന്നോ എന്തോ. എന്തായാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരിടത്തും കുട്ടികൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നത് വ്യക്തം. ഇവിടെ മാസങ്ങളായി റാഗിംഗ് നടന്നിട്ടും അധ്യാപകർ എന്താണ് ഒന്നും അറിയാതിരുന്നത്. അധ്യാപകരും ഒന്നും പഠിക്കുന്നില്ല. റാഗിംഗ് കുട്ടികളെ മാനസികമായി തകർക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ജീവിതകാലം മുഴുവൻ ട്രോമയുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. പ്രിയ സ്നേഹിതൻ മുരളി സാർ എഴുതിയ വാക്കുകൾ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി പറഞ്ഞുകൊണ്ട് ഞാൻ എത്തിയത്. ഇതിന്റെ അടിയിൽ ഇഷ്ടം പോലെ കമന്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഇതിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം വയനാട് മേഖലയിലുള്ള വെറ്റിനറി കോളേജിൽ നടന്ന സംഭവങ്ങൾ, അതും കേരളം ഒരു 3 ആഴ്ചയോളം ചർച്ച ചെയ്ത് ചർച്ചകളുടെ ബഹളം തന്നെയായിരുന്നു, ചർച്ചകളുടെ സുനാമി തന്നെയായിരുന്നു. എന്തായി? ഒന്നുമായില്ല. ഇതും അതുപോലെ തന്നെ 3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം കെട്ടടങ്ങും. പുതിയ കലാപരിപാടികൾ കേരളത്തിൽ അരങ്ങേറുമ്പോൾ ഇതൊക്കെ തന്നെ ജനം മറക്കും. പക്ഷേ ഒന്ന് പറയട്ടെ, ഇത്തരക്കാരെ എന്തിന് കേരളത്തിൽ വെച്ചു വാഴിക്കുന്നു? കേരളം ലഹരിക്ക് അടിമയായ ഒരു യുവാക്കളുടെ സ്ഥലമായി മാറിയെന്ന് ഞാൻ ഉറക്കെ തന്നെ പറയുന്നു. ഏറ്റവും പുതിയ ലഹരി മരുന്നുകൾ കേരളത്തിൽ സുലഭമാണ്. യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിൽ ഇത് നിർലോഭം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവരൊന്നും തന്നെ സുബോധത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ 5 പേരുടെയും കുടുംബത്തിലേക്ക് കടന്നാൽ ഇവന്റെ വീട്ടിൽ ഇവന്റെ രക്ഷിതാക്കൾ എന്തൊക്കെയാണ് ഇവനെയൊക്കെ പഠിപ്പിച്ചത്? ഈ 20ഉം 22ഉം വയസ്സുള്ള ഇവനെയൊക്കെ എന്താണ് പഠിപ്പിച്ചത്? വീട്ടിലെ ആയിരിക്കുമല്ലോ കുറച്ചൊക്കെ സമൂഹത്തിലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെയൊക്കെ മാതാപിതാക്കളെ വേണം ആദ്യമായി പരസ്യമായി ശിക്ഷിക്കാൻ. മാതാപിതാക്കൾ പിഴച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവനൊക്കെ ഉണ്ണാൻ കൊടുത്താൽ പോരാ, അതിനുള്ള നിർദ്ദേശങ്ങളും കൂടി കൊടുക്കണമായിരുന്നു. നഴ്സിംഗ് മേഖല താറുമാറാക്കാനായി ഇത്തരം പരമചെറ്റകളെ എന്തിന് കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് പഠനം നടത്തിയെടുക്കാൻ സഹായിക്കുന്നു? അത് തന്നെ ഏറ്റവും വലിയ ഒരു കുറ്റമാണ്. ഇവനെയൊക്കെ സ്ക്രീനിങ് നടത്തി ഇവന്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് വേണം ഇവനെയൊക്കെ ഈ മേഖലയിലേക്ക്, ഈ ജോലിയിലേക്ക് എടുക്കാനെന്ന് എന്റെ ഒരു വലിയ അഭിപ്രായമാണ്. നഴ്സിംഗ് മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും അനുകമ്പയോടും ഏറ്റവും സൂക്ഷ്മതയോടും ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ക്ഷമയോടും കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ കേരളത്തിലെന്നല്ല ലോകത്തിൽ എവിടെയാണെങ്കിലും നല്ല 1, 2, 3 അതിലധികമോ ആയ സ്ക്രീനിങ്ങിലൂടെ വേണം തെരഞ്ഞെടുക്കുക. ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാനായി ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ, ഈ കൗമാരക്കാർ ഇപ്പോൾ ഒഴുകിയെത്തുകയാണ്. ഇവരുടെ ഇടയിലും അത്ര മോശമല്ലാത്ത ഉടായ്പകൾ ഉണ്ടെന്നുള്ള ഒരു സത്യം ഈ അവസരത്തിൽ ഞാൻ ഉറക്കെ പറയുകയാണ്. പലതരത്തിലുള്ള ഉടായ്പകൾ, അതായത് ലഹരിയും മദ്യവും ഒക്കെ തന്നെ ഇവരുടെ ഒരു കൂട്ടുകാരായി മാറിയിട്ടുണ്ട്. നാട്ടില് സകല മതിൽക്കെട്ടുകളും പൊളിച്ചാണ് ഇവർ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഫ്രീഡം
മൈ ഹൈറ്റ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്നെ ആരാണ് നോക്കാനുള്ളത്, എന്നെ ആരാണ് ശിക്ഷിക്കാനുള്ളത്, എന്നെ ആരാണ് വാച്ച് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല. എങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും ലഹരിയിലാണ് ജീവിക്കുന്നത്. ഇവരൊക്കെ തന്നെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം രക്ഷിതാക്കൾ അന്വേഷിച്ചിരിക്കണം. എവിടെ വന്നാലും ജോലി കിട്ടും, ടെമ്പററി അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിയുണ്ട്, അതുകൊണ്ട് എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ തേക്കാനായിട്ട് പലരും വരും. അതിലൊന്നും ഞാൻ കൂസുന്ന ഒരാളല്ല. എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് ദയവായി നാട്ടിൽ നിന്ന് നിങ്ങൾ കുട്ടികളെ ജർമ്മനിയിലേക്ക് കയറ്റി വിടുമ്പോൾ ഒരല്പമെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞ് നിങ്ങൾ വഴിവിട്ട് പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാച്ചാരന്മാർക്ക്, കേരളത്തിലെ മാലാഖമാരെന്ന് ഭാവിയിൽ വിളിക്കപ്പെടേണ്ട ഈ ആരാച്ചാരന്മാർക്ക് കൃത്യമായും മാതൃകാപരമായും ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രവാസി ഓൺലൈന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്നവർ ദയവായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ലഹരിക്ക് അടിമയാകുന്ന യുവാക്കൾ വളർന്നു വരുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായി നമ്മളൊക്കെ എപ്പോഴും ചിത്രീകരിക്കുന്ന യുവാക്കൾ മാത്രമല്ല, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോൾ അവരുടെ പോക്കറ്റിലും കാണും MDMA എന്നറിയപ്പെടുന്ന ഏറ്റവും നല്ല ലഹരി പദാർത്ഥം. അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെന്നോ പെങ്ങളെന്നോ സഹോദരനെന്നോ മുതിർന്നവരെന്നോ ഒരു വേർതിരിയും കൂടാതെ അവരുടെയൊക്കെ മുന്നിൽ പെടുന്നവർ എന്തൊക്കെയോ ഏതൊക്കെയോ കോമാളി വേഷക്കാർ എന്നുള്ള നിലയിൽ അവരെ എന്തിനും പ്രേരിപ്പിക്കുന്ന ഒരു ലഹരിയായി തീർന്ന സ്ഥിതിക്ക് ഇവരൊക്കെ തന്നെ ഇതിൽ നിന്ന് വഴിമുട്ടി, കേരളം തന്നെ ഇവരിൽ നിന്ന് വഴിമുട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിന്റെ ക്രമസമാധാനവും ഇതിന്റെ ലഹരിക്ക് അടിമയാകുന്നുള്ള ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന കേരളത്തെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ്. ഭാവിയിലെ ആരാച്ചാരന്മാരായി വളരുന്ന ഇത്തരം കൃമികീടങ്ങളെ, ക്രൂരത മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം തെമ്മാടികളെ കേരളത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട കാലം അതിക്രമിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതോടെ ഈ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം. ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഒരാളും എന്നെ തേക്കാൻ വരരുതെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന വയ്ക്കുകയാണ്. തേക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും മാറുന്നവനല്ല. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പായി നൽകുകയാണ്. നന്ദി, നമസ്കാരം.